ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ PSC വിഷയം വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് KC വേണുഗോപാൽ MP. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ PSC അത്ര വലിയ ചർച്ചയാക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും PSC നിയമനത്തെ സംബന്ധിച്ച് ഈ സർക്കാരിന്റെ ഭരണകാലത്ത് എത്ര ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നിയമനം നടന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഇവിടെ സംസാരിച്ചപ്പോൾ പത്തനാപുരത്ത് ഇപ്പോൾ മത്സരിക്കുന്ന ട്രാൻസ്പോർട്ട് മന്ത്രി KSRTCയിൽ PSC വഴി 10 കൊല്ലം കൊണ്ട് എത്ര നിയമനം നടത്തി അതിന്റെ തെളിവുകൾ പുറത്തു വന്നതിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചു. എല്ലാം പിൻവാതിൽ നിയമനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. രാഹുലെ, ഈ ഭരണകാലത്ത് നടന്നിട്ടുള്ള നിയമനങ്ങളൊക്കെ തന്നെ താൽക്കാലിക നിയമനങ്ങൾ, പിൻവാതിൽ നിയമനങ്ങളാണ്. PSCയുടെ ഒന്നാം റാങ്ക് PSC പരീക്ഷ, അതായത് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവുണ്ട് അല്ലെങ്കിൽ ആ ഒഴിവ് നികത്തണം എന്ന് പറഞ്ഞുകൊണ്ട് PSCക്ക് ഡിപ്പാർട്ട്മെന്റുകളാണ് അറിയിപ്പ് നൽകുന്നത്. ആ അറിയിപ്പ് പ്രകാരമാണ് PSC ഡിപ്പാർട്ട്മെന്റുകളിൽ അറിയിക്കുന്നു. അവരിൽ നിന്ന് നിങ്ങളിൽ ഇങ്ങനെ ഒഴിവുണ്ടെന്ന് അറിയിച്ചല്ലോ, നമുക്ക് ടെസ്റ്റ് നടത്താം. ടെസ്റ്റ് നടത്തി ആ ഒഴിവുകൾ നികത്താൻ PSC എന്ന് പറയുന്നത് നിയമനങ്ങൾ നടത്താനിരിക്കുന്ന സ്ഥലമാണ്. ഈ പറയുന്ന രീതിയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒന്നാം റാങ്ക് കിട്ടിയവർക്ക് പോലും ജോലി കൊടുക്കാതെ അവരുടെ സ്വന്തക്കാർക്ക്, CPM എന്ന പാർട്ടിയുടെ സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും മാത്രമാണ് നിയമനം നടത്തിയിരിക്കുന്നത്. അതിനെതിരെയാണ് KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി ഇപ്പോൾ അതിനെതിരെ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. അടുത്തിനി UDF ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് PSC വഴിയുള്ള നിയമനങ്ങൾ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒഴിവുണ്ടോ ആ ഒഴിവുകളിലേക്ക് PSC നിയമനം നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് അല്ല, ഇപ്പോൾ KC വേണുഗോപാൽ ഇപ്പോൾ PSC നിയമനങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ PSC ഇപ്പോൾ നിലവിൽ എത്രയെല്ലാം ഒഴിവുകളുണ്ടോ അതെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു PSC ഉദ്യോഗാർത്ഥികൾക്ക് അത് വലിയൊരു ആശ്വാസമാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അത് എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നപ്പോ ചില ആളുകളുടെ എഴുതി പഠിച്ച് ചില വിദ്യാർത്ഥികളുടെ വിഷമങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ PSC എക്സാം എഴുതി 1ാം സ്ഥാനത്ത് പിൻവാതിൽ നിയമനത്തിലൂടെ വന്ന ശിവരഞ്ജിത്തിന്റെ ഒക്കെ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് കരയുന്ന ഒരു സാഹചര്യമുണ്ട്. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, രാത്രിയിൽ വെള്ളം കോരി ഒഴിച്ച് പഠിച്ച് റാങ്ക് ലിസ്റ്റില് കൂലിപ്പണി എടുത്തിട്ടാണ് ആ റാങ്ക് ലിസ്റ്റിൽ വന്നത്. സ്വാഭാവികമായിട്ടും അത്രയും കഷ്ടപ്പെട്ട് വരുന്ന ആളുകളാണ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കണ്ടതാണ് PSC എഴുതിയ ഉദ്യോഗാർത്ഥികൾ റോഡിൽ മുട്ടുകുത്തി നിന്ന് സമരം ചെയ്യേണ്ട അവസ്ഥ, പുല്ലു തിന്നേണ്ട അവസ്ഥ. ഗതി കെട്ടാൽ പുല്ലും തിന്നു എന്ന് പറയുന്നത് പോലെ PSC ഉദ്യോഗാർത്ഥികൾ, അതായത് പട്ടികയിലുള്ള ആളുകളാണ് സാർ. വനിതാ പോലീസിന്റെ അതല്ലേ രാഹുൽ, വനിതാ പോലീസിന്റെ റാങ്ക് ലിസ്റ്റിലുള്ള പെൺകുട്ടികളുടെ സമരമല്ലേ, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും സമരത്തെ പറ്റിയാണ്. അവിടെ കേരളത്തിലെ മുഴുവൻ PSC ഉദ്യോഗാർത്ഥികളും സമരം ചെയ്യുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ചെയ്തത്. എത്ര ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ വകുപ്പുകളും പിൻവാതിൽ നിയമനമാണ്. പാർട്ടിക്കാർക്കാണ്, തീർച്ചയായിട്ടും പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കുമാണ് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ജോലി കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് PSC എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ കിടക്കുന്നത്? രാഹുൽ, ഇതിനകത്ത് ഈ കേസ് എങ്ങനെയാണ് പുറത്തു വന്നതെന്നറിയോ? PRDയുടെ ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിലേക്ക് ഇപ്പോൾ PSCയുടെ റാങ്ക് ലിസ്റ്റിലെ പേരുള്ളവരുടെ എല്ലാം മാറിയിട്ട് ഇപ്പോൾ തൊട്ടു മുമ്പ് സ്വന്തക്കാരെ തിരികെ കയറ്റാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കണ്ണൂർകാരനായിട്ടുള്ള ഒരു ഈ പറയുന്ന PR വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ ഈ PRDയിലേക്ക് അനധികൃത നിയമനം, അതായത് തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തുന്നു. അതിലൂടെയാണ് അത് പുറത്തു വരുന്നത്. PSC വഴി അല്ലാതെ ഈ നിയമനം നടത്തിയതിനെ സംബന്ധിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് പരാതി നൽകിയിട്ട് ആ പരാതി പ്രകാരം അത് മരവിപ്പിക്കുകയാണ് ചെയ്തത്. അത് KC വേണുഗോപാൽ ഇടപെട്ടാണ് അത് ചെയ്തത്. അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ PR വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കണ്ണൂരുകാരൻ അദ്ദേഹത്തിന്റെ ബന്ധുവിനെയാണ് തിരികെ കയറ്റത്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിന് അറിയാം, ഈ ഇൻഫർമേഷൻ ഓഫീസർ തസ്തിക എന്ന് പറയുമ്പോൾ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ നീണ്ടകാലം പണിയെടുത്തതിന്റെ പ്രവൃത്തി പരിചയം ഉണ്ടാവും. ഈ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത് വ്യാജമായിരുന്നു എന്ന് പറയുന്നത്. ഈ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ ഇത്രയും വർഷം ഒരു മെരിറ്റ് വേണം. ഒരു മെരിറ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്റർവ്യൂ ബോർഡ്, അവിടെ ഇന്റർവ്യൂ ബോർഡാണ്. PSC നിയമനമാണെങ്കിലും ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിലാണ് ഈ ഉദ്യോഗാർത്ഥികൾ ചെല്ലുന്നത്. ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുമ്പോൾ ഇവർ ഭരിക്കുമ്പോൾ ഇവരുടെ ആൾക്കാരാണല്ലോ മക്കളായിരിക്കുന്നത്. അപ്പോൾ ആ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് പോലും കള്ളത്തരമായിരുന്നു. അങ്ങനെ അത് കൈയോടെ പിടിച്ച് അവിടെ മുതൽ ഇപ്പോൾ ഈ കേസ് എല്ലാം പുറത്തു വരുന്നത് എങ്ങനെയാണ്? അവിടെ KC ഇടപെടുന്നു. KC ഇടപെട്ട് PSCയിലെ പിണറായി വിജയനും പണി കൊടുത്തിരിക്കുകയാണ് KC വേണുഗോപാൽ എന്ന്. തീർച്ചയായിട്ടും. അല്ല രാഹുലെ, ഇതിനകത്ത് നമ്മൾ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് 1ാം റാങ്ക്, ഇപ്പൊ രാഹുൽ പറഞ്ഞു ഒരു കാര്യം നമ്മൾ എടുത്തു പറയണം, SFIക്കാർക്ക് ചോദ്യപേപ്പർ ചോർത്തി കൊടുത്ത് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ എഴുതിച്ച ഒരു കഥ അറിയാമല്ലോ. അതല്ല ഈ ശിവരഞ്ജിത്തിന്റെ കാര്യം പറഞ്ഞത്. ഇത് അവിടെ മുതൽ ആരംഭിക്കുകയാണ്. അവരുടെ ആൾക്കാർക്ക് അത് കൈയോട് പിടിച്ച് അത് ഈ പറയുന്ന പോലെ ഇവിടെ വാർത്തയായ ഒരു സംഗതിയാണ്. എന്നിട്ട് അവസാനം ഇപ്പൊ എന്തായി? പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾസ് നിരവധി ഉണ്ടാക്കിയിട്ടാണ് ആ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്ന്
ഒന്ന് ആലോചിച്ച് നോക്കുക. SFI നേതാക്കൾക്ക് ചോദ്യ പേപ്പർ ചോർത്തി കൊടുക്കുക. PSCയുടെ എന്ത് സുതാര്യതയാണ് PSCയുടെ സുതാര്യത എന്ന് പറയുന്നത്? രാഹുലെ, ഈ പറയുന്ന പോലെ ചെറുപ്പക്കാർ ഇന്നിപ്പോ ഇവിടം വിട്ട് പോകുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. ഒരു അല്ല, പാർട്ടിയിലുള്ളവർക്ക് മാത്രം തൊഴിൽ എന്ന് പറയുന്നത് എന്ത് നീതിയാണ്? തീർച്ചയായിട്ടും മെറിറ്റ്. എന്ത് കഷ്ടപ്പെട്ട് പഠിച്ച് PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന്, അത് മാത്രമല്ല മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൽഫബറ്റിക് ഓർഡറിൽ പേര് പോകും. 2 ജാതി, ഈ പറയുന്ന ജാതി വ്യവസ്ഥയിൽ പോകും. എത്ര കഴിവുള്ളവർ ഈ ജാതി പേരും മറ്റു കാര്യങ്ങളും പറഞ്ഞ്. സ്വാഭാവികമായിട്ട് PSCയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് നോക്കൂ. കേരളത്തിൽ പരീക്ഷ എഴുതുന്ന എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നുപെടുന്നത്. ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരു പേര് വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു PSCയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 3 കൊല്ലത്തിന് മുകളിൽ അതിനു വേണ്ടി പഠിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ജോലി കിട്ടുന്നത്. അത് മാത്രമല്ല റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത് പേര് വന്നു കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി എത്ര നാളായിരിക്കും? അതെ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും PSC പരീക്ഷ എഴുതുന്ന മുഴുവൻ പേരെയും എടുത്തു കഴിഞ്ഞാൽ 0.001% ആളുകൾക്കാണ് തൊഴിൽ കിട്ടുന്നത് PSCയിൽ പഠിക്കുന്ന. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പിട്ടുള്ളൊരു കണക്കായിരുന്നു അത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും പേര് എഴുതുന്ന പരീക്ഷയിൽ നിന്നുമാണ് ഇത്രയും പേർ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. റാങ്ക് ലിസ്റ്റിലേക്ക് 100 പേര് വന്നു കഴിഞ്ഞാൽ പോലും അതിൽ നിന്നും ഒരാളെ മാത്രം എടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ ഒരാൾക്ക് പോലും 4-5 പേർക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തും. പക്ഷെ അതിൽ എത്ര പേര് എടുക്കും? അല്ല രാഹുലെ, ഇത്രയും ഒഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് PSCയെ അറിയിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റാണ്. ഈ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുമ്പോഴത്തേക്ക് ഒരു 20 പേരെ വേണമെന്ന് നോക്കുക. 50 ഒഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് PSC അറിയിക്കുന്നു. ആ മെറിറ്റ് അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതുന്നു. പോട്ടെ, 50 പേര് വേണമെന്ന് പറഞ്ഞ് 30 പേരെങ്കിലും ആ യോഗ്യത ഉള്ളവരാകില്ലേ? ഒരാളെങ്കിലും എടുക്കണ്ടേ? അതാണ് നിയമനത്തിൽ 1ാം റാങ്കിലുള്ള ഒരാളെങ്കിലും നിങ്ങൾ കടത്തി. ഇപ്പോഴും 1ാം റാങ്കിലും 2ാം റാങ്കിലും 3ാം റാങ്കിലും 5ാം റാങ്കിലും ഒക്കെ പെട്ട ആളുകൾ ഇപ്പോഴും ഓടി നടക്കുകയാണ്. ആ റാങ്ക് ലിസ്റ്റ് റദ്ദായി പോകുന്നതിന് മുമ്പിട്ട് കാലാവധി കഴിയുമ്പോൾ അപ്പൊ ആ പ്രായം കഴിയും. ഇപ്പൊ 28 വയസ്സിൽ പരീക്ഷ എഴുതി, 32, ഇപ്പൊ 40 വയസ്സെന്നാ പറയുന്നത്, 38 എഴുതി. 2 വർഷം വരെ ഈ കാലാവധി ഉണ്ടാവത്തുള്ളൂ, ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വെച്ച് എന്തെല്ലാം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആൽഫബറ്റിക് ഓർഡർ വരും, പിന്നെ ക്രിമീലിയർ വരും, ഈ ജാതി വ്യവസ്ഥകൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ 38 വയസ്സും കഴിഞ്ഞിട്ട് പിന്നെ ഈ റാങ്ക് ലിസ്റ്റ് കിടന്നിട്ട് എന്ത് കാര്യം? അല്ല, എന്താണെങ്കിലും KC വേണുഗോപാൽ പിണറായി വിജയന് കൊടുത്ത ഈ പണി നല്ലൊരു പണിയാണ്. പിൻവാതിൽ നിയമനങ്ങൾ, LDFന്റെ പിൻവാതിൽ നിയമനങ്ങളെ കുറിച്ച് UDFന്റെ പ്രചരണ വേദികളിൽ വളരെ നല്ല രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ഈ ഇനിയും ചർച്ചയാകണം. ഇത് UDFന്റെ പ്രചരണ വേദിയിൽ മാത്രം ചർച്ചയായാൽ പോരാ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇത് ചർച്ച ചെയ്യണം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എന്തിനാണ് PSC എന്ന് പറയുന്ന ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കമ്മീഷൻ എന്തിനാണ്? തൊഴിൽ കൊടുക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നോക്കുകുത്തിയായിട്ട് കൊടുക്കുന്ന വേതനം? അതൊക്കെ അന്ന് ചർച്ച ചെയ്താൽ അറിയാമല്ലോ. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ നോമിനിയും വെച്ചിട്ട് കൊടുക്കുന്ന വേതനം എത്ര ലക്ഷം രൂപയാണ്? PSCയെ പിണറായി വിജയന്റെ തറവാട്ട് സ്വത്ത് പോലെ പാർട്ടിയുടെ ഒരു ഏജൻസി ആക്കി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിൻവാതിൽ നിയമനം വഴിയാണ് പാർട്ടിയുടെ കൊടി പിടിക്കുന്നുണ്ടോ, കൊടി പിടിക്കുന്നവന് മാത്രം യോഗ്യത നിശ്ചയിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇവിടുത്തെ തൊഴിൽ മേഖലയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പരിണിത ഫലങ്ങൾ എന്താണെങ്കിലും പാർട്ടി അനുഭവിച്ച് കഴിയും. ഇപ്പോൾ എന്താണെങ്കിലും നമ്മുടെ KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് UDF അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് റാങ്ക് ലിസ്റ്റ്, അതെ, അതായത് എത്ര ഒഴിവുകളുണ്ടോ ആ ഒഴിവുകളെല്ലാം നികത്തും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇവിടുത്തെ PSC എഴുതുന്ന യുവാക്കൾക്ക് വലിയൊരു ആശ്വാസം. രാഹുലെ, ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലുള്ള പേരുകാരായിട്ടുള്ള യുവാക്കൾക്ക് ഒരു വലിയ ആശ്വാസമായിരിക്കും. കാര്യം വയസ്സിന്റെ പ്രായപരിധി, അല്ലാതെയുള്ള പ്രായപരിധി എല്ലാം നോക്കിയിരിക്കുന്നവർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും. അത് ഏറ്റവും വലിയ സുതാര്യമായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്.